ഇതാണ് ഒന്ന് ഞാൻ ട്രയലിട്ട് നോക്കിയത്. എനിക്ക് ടൈറ്റാണ് എന്ന് തോന്നുന്നു. എടാ ഇതിന്റെ എക്സൽ ഉണ്ടാവുമോ നോക്കാം. അഞ്ചിനെടേ 5 6 എക്സൽ ഉണ്ടായില്ലേ? ഇതിന്റെ എക്സൽ നോക്കുന്നുണ്ട്. എനിക്ക് ടൈറ്റാ. പക്ഷെ ടൈറ്റ് ആണോന്ന് ചോദിച്ചാൽ ടൈറ്റ് ഒന്നുമല്ല. പക്ഷെ വൃത്തിയില്ല. എനിക്ക് ഒന്നാ മറ്റേത് നല്ല രസം. റോസ് ഇതൊരു ഫോട്ടോ എടുക്ക്. പലതും ഇട്ട് നോക്കി. എനിക്കിഷ്ടമുള്ളതൊന്നും എനിക്ക് പറ്റുന്നില്ല. ചാവി അങ്ങനെ മേടിച്ചിട്ടാ ഗൈസ്. എന്താ മേടിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരൂല, നിങ്ങൾക്ക് ഇടുമ്പം കാണാം. ചാവിയുടെ മോനെ എന്നാലും എൻ്റെ പൊട്ടത്തിയേ. ഞാൻ കുറേ കാലമായി വണ്ടി ഓടിക്കുന്ന കാക്ക. അതതിൽ വെക്കട്ടെ, മറന്നു പോകില്ല. അപ്പം സാധനം എടുത്തിട്ടുണ്ട്. അപ്പം സാധനം എടുത്തിട്ടുണ്ട്. ഏതാണ് എടുത്തത്, എന്താ എടുത്തതെന്നുള്ളത് ഞാൻ കാണിച്ച് തരൂല, പറഞ്ഞു തരൂല. ഇടുമ്പം കാണാം എന്ന് പറയും, പക്ഷെ വീട്ടിലേക്ക് കാണിച്ചു തരാട്ടോ. അപ്പം അങ്ങനെയാണ്. ഇനി വീട്ടിലേക്ക് കുറച്ച് പലചരക്ക് സാധനങ്ങൾ മേടിക്കണം. അതോടുകൂടെ എന്താ നമ്മൾ പിന്നെ പഴയ ഇതാണ് മോനെ, അതൊക്കെ ഒന്ന് മേടിച്ചിട്ട് നേരെ വീട്. അങ്ങനെ ചുരിദാർ ഏതാ എടുത്തതെന്ന് വെച്ചാൽ ചുരിദാറല്ല കേട്ടോ, കർച്ചീഫ്. ചുരിദാർ എടുക്കാൻ പോയതാണ്. ചുരിദാർ എടുക്കാൻ പോയി. അവിടെ എത്തി സെയിൽസ് ഗേളിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എൻ്റെ മകന് എന്നെ അപമാനിച്ചു. അതും കൂടി ഞാൻ പറയാം. പ്രിയ, നീ ഇത് കേൾക്കണം. ഉമ്മ എപ്പോഴും ചുരിദാർ തന്നെ അല്ലേ എടുക്കുന്നത്, കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും എടുക്കുന്നു. അത് കേട്ട സെയിൽസ് ഗേൾ പറഞ്ഞു, ഓൻ പറയുന്നു സത്യം, എപ്പോഴും ചുരിദാറല്ലേ എടുത്തോണ്ടിരിക്കുന്നത്, എന്താ വെറൈറ്റി എടുക്കുക തന്നെ. അങ്ങനെ വെറൈറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് മുകളിൽ കയറിയത്. മുകളിൽ കയറി ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു വയ്യായി. അങ്ങനെ ഒന്ന് ഇഷ്ടമായി, ഒക്കെ എടുത്ത് ബില്ലൊക്കെ ചെയ്ത്
താഴോട്ട് വന്ന സമയത്ത് വെറുതെ ഒന്ന് എന്ന് വെച്ചാൽ വെറുതെ ഒന്ന് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ മുകളിലേക്കൊന്ന് ജസ്റ്റ് ഞാൻ നോക്കിയതേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ നോക്കി കണ്ടു, ഇഷ്ടപ്പെട്ടു, ഈയിടയ്ക്ക് അങ്ങനെ എടുത്തതാണ്. എന്നിട്ട് എൻ്റെ സിസ്റ്ററിന് അയച്ചു കൊടുത്തു നോക്കുമ്പോൾ ഓളെ വിചാരം ഇത് ഇതാണെന്ന്, ഉടുപ്പാണെന്നാണ്. അൾട്രാ ചെയ്യണം, അതിന് ഇന്ന് അവിടെ പറ്റൂല, അതുകൊണ്ട് എടുത്തു. ഞാൻ ഒന്നാമത് ഇത് എടുക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഒന്നാമത് ദീപാവലി വരുന്നുണ്ട്, അതിന് ഫോട്ടോഷൂട്ട് ഉണ്ടെങ്കിൽ അതിന് ഇടാൻ പറ്റുന്ന ഒരു കോസ്റ്റ്യൂമാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സാരിയുടെ ബ്ലൗസാക്കി എടുക്കാം. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇതിലുണ്ട്. ഷാള് വരുന്നത് ഒരു ബ്ലൂ കളറാണ്. കുറച്ച് അത്യാവശ്യം നല്ല ക്ലോത്ത് തന്നെയാണ്. സ്കേർട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ ലെഹങ്ക പോലെയിട്ട് ഇല്ലതാനും എന്ന് വെച്ചാൽ മറ്റേ ഇതുപോലെ ആയിട്ടല്ലതാനും ഒക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത്, അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയേണ്ടത്, 1985 രൂപ. കാരണം ഈ ഒരു വർക്കും എല്ലാം കൂടി കണ്ടാൽ നമുക്ക് ഈ ഒരു പ്രൈസ് പോരാട്ടോ. 2000 രൂപയുടെ ചോട മാത്രമേ ഇതിനുള്ളൂ. നല്ല എന്താ പറയുക, ത്രെഡ് വർക്കാണ് ഒന്നായിട്ട് വരുന്നത്, സീക്വൻസ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇതിനും നല്ല വർക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ത്രെഡ് വർക്കാട്ടോ വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസിൽ നല്ല വെർത്താട്ടോ ഇത്. ഏതായാലും എനിക്കൊന്ന് ഷേപ്പ് ചെയ്യണമെന്നേ ഉള്ളൂ, അത് പിന്നീട് അവിടെ കൊണ്ടുപോയി ഷേപ്പ് ചെയ്യാം. അപ്പോൾ എടുത്ത ഡ്രസ്സ് ഏതാ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നതാണ്. ഇതാണ്. അപ്പോൾ ഇതോടുകൂടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ആരാ മോനെ? ജസ്റ്റ് ഓക്കെ, ടാറ്റാ.